ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ബി എൽ ഒ ചാനലിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഡ്രാമ പേ ബാക്ക് സീരീസ് എപ്പിസോഡ് 9 ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ഭയങ്കര ട്വിസ്റ്റുള്ളൊരു എപ്പിസോഡാണ് കേട്ടോ ഇത്. എല്ലാവരും കാണണേ. അപ്പം നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങും. നമ്മുടെ പവനി, നമ്മുടെ ജയുടെ അമ്മ ഭയങ്കര സങ്കടത്തിലിരിക്കുകയാണ്, എല്ലാം പാക്ക് ചെയ്തിട്ട്. അപ്പം അവൻ വന്നിട്ട് ചോദിക്കുകയാണ്, ഇതാണോ അമ്മ കണ്ടെത്തിയ വഴി, എല്ലാം ഗിവ് അപ്പ് ചെയ്തിട്ട് എസ്കേപ്പ് ചെയ്യുകയാണോ ചോദിക്കുകയാണ്. അപ്പം അമ്മ പറയാണ്, ഞാൻ എസ്കേപ്പ് ചെയ്യല്ല, ജസ്റ്റ് എല്ലാം നിർത്തി പുതിയൊരു ജീവിതം തുടങ്ങാമെന്ന് പറയും. അപ്പം അവൻ പറയും, ഈ അമ്മ പുതിയ ജീവിതം തുടങ്ങുവാൻ ബുദ്ധിമുട്ടുന്നത് ഞാനാന്ന് പറയും. അപ്പം അമ്മ എഴുന്നേറ്റിട്ട് പറയും, എൻ്റെ മോൻ വലുതായി എന്നുള്ളത് എനിക്ക് മനസ്സിലായി എന്ന് പറയും. അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ട് കൺസോൾ ചെയ്ത് നിൽക്കുകയാണ്. പിന്നെ കാണുന്നത് പവനി മരിച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ജയ് കൂടെയുള്ള ആളോട് ചോദിക്കുകയാണ്, അപ്പോൾ ഇന്നത്തെ CCTV വർക്ക് ചെയ്തില്ലാലേ ചോദിക്കുകയാണ്. അപ്പോൾ ഇല്ല എന്ന് പറയാണ്. സോ അങ്ങനെ ആ ഒരു 10 വർഷങ്ങൾക്ക് മുമ്പുള്ള ആ ഒരു സീൻ അവിടെ അവസാനിക്കുന്നു. ദെൻ നമ്മുടെ ലാസ്റ്റ് എപ്പിസോഡിൻ്റെ ബാക്കി കാണാം. ഭയങ്കര ഒരു പാഷനേറ്റ് നൈറ്റിന് ശേഷം അവർ ഭയങ്കര റൊമാൻറ്റിക്കായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചെക്കന് സണ്ണിന് ഭയങ്കര റിഗ്രറ്റ് പോലെ കാണിക്കും, ഇങ്ങനെയൊക്കെ സംഭവിച്ചിരുന്നുമായിട്ട്. ജയ്ക്ക് പക്ഷെ മനസ്സിലായി സണ്ണ് ചുമ്മാ കാണിക്കുന്നതാണ്. അങ്ങനെ അവർ ഭയങ്കര റൊമാൻറ്റിക്കൊക്കെ ആവുന്നു. അതിന് ശേഷം ഒരു ബുക്ക് വായിക്കാൻ വേണ്ടി കൊടുക്കുകയാണ്, അടുത്ത സ്ക്രിപ്റ്റ് നമ്മുടെ സണ്ണിന് വേണ്ടിയിട്ട്. ഏതെങ്കിലും ബുക്കല്ല, മെമ്മറീസിൻ്റെ ബുക്കാണ്. അപ്പോൾ അത് വായിക്കാൻ പറയുകയാണ് അവനോട്. ദെൻ നമ്മുടെ സണ്ണ് കമ്പനിയിൽ എത്തുമ്പോഴത്തേക്കും കുറേ ഗിഫ്റ്റ് പോലെ കൊണ്ടുപോകുന്നുണ്ട്. അതിൽ നമ്മുടെ ടുവോടെ ഫോട്ടോ ഉണ്ട്. ടുവോ മനസ്സിലായില്ലേ, ഇവരുടെ കൂടെ തന്നെ അഭിനയിക്കാൻ കയറിയ ചെക്കനാണ്. അപ്പോൾ ഇവൻ പെട്ടെന്ന് എന്താ പറ്റിയ ചോദിക്കും, പറയും അവനൊരു ആക്സിഡൻ്റ് ആയിട്ട് ഹോസ്പിറ്റലിലാന്ന് പറയും. അങ്ങനെ അവിടെ ചെന്ന് കാണുമ്പോഴാണ് സത്യം അറിയാം. നമ്മുടെ ടുവോ പാവം, അവനെ കണ്ടാൽ തന്നെ അറിയാം ഭയങ്കര പരിക്കുകളുണ്ട്. ഇതാരാന്ന് മനസ്സിലായി, അന്നൊരിക്കൽ നമ്മുടെ വില്ലനായിട്ടുള്ള സണ്ണി കൊണ്ടുവന്ന് കൊടുത്തതാണ്. അപ്പോൾ അന്ന് അവനെ ഭയങ്കരമായിട്ട് അയാൾ ദ്രോഹിച്ചിട്ടുണ്ട്. അയാൾ ഭയങ്കര വൈകൃതങ്ങളുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ അതിലൂടെയാണ് അവന് ഈ പരിക്ക് പറ്റിയത്. അപ്പം നമ്മുടെ സൺ പറയാണ്, നമുക്കിതിന് റിവെഞ്ച് എടുക്കേണ്ടേ ചോദിക്കുകയാണ്. അങ്ങനെ ടുവോ അവന് വേണ്ടിയിട്ട് സ്പൈ ചെയ്യാന്നുള്ള എഗ്രിമെൻറ്റിലെത്താണ്. അങ്ങനെ ജയ് വർക്കൊക്കെ കഴിഞ്ഞിട്ട് മെസ്സേജ് അയക്കുകയാണ് സണ്ണിന്, നിന്നെ കാണാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അപ്പോഴത്തേക്ക് ഒരാൾ വന്നിട്ട് പറയാണ്, കസ്റ്റമേഴ്സ് സാറിനെ കാണണമെന്ന് പറയും. ആരാ ചോദിക്കുമ്പോഴത്തേക്കും ആ സീൻ അവിടെ കട്ടാവുകയാണ്. പിന്നെ കാണുന്നത് നമ്മുടെ സണ്ണ് ഒരു ഹോട്ടലിലേക്ക് വരികയാണ്. എന്നിട്ട് ഫോണിൽ പറയുന്നുണ്ട് ഞാനിവിടെ എത്തി എന്നുള്ളത്. അപ്പോഴത്തേക്കും ഒരു പെൺകുട്ടി വന്നിട്ട് പറയും, നിങ്ങളല്ലേ ട്യൂബഹത്ത്, ഇത് കൂടെ വരുമെന്ന് പറഞ്ഞിട്ട് വഴിയൊക്കെ കാണിച്ചു കൊടുത്തിട്ട് റൂമിലേക്ക് കയറ്റുന്നുണ്ട്. ആ റൂമിൽ വേറെ ആരുമില്ല, നമ്മുടെ സോങ് പോളാണ് വില്ലൻ. അങ്ങനെ അവിടെ ഇരിക്കാൻ പറയുന്നു. അപ്പോൾ അവൻ ഭയങ്കരമായിട്ട് സോങ് പോളിനെ നോക്കുമ്പോൾ സോങ് പോൾ പറയും, എന്നെ ആരും അങ്ങനെ തുറപ്പിച്ച് നോക്കാറില്ല, എന്നെ അങ്ങനെ നോക്കുന്നവരുടെ കണ്ണിൽ ഞാൻ സൂചി കുത്താണ് ചെയ്യാറെന്ന് പറയും. അപ്പോഴത്തേക്ക് ഇവന് പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. അപ്പോൾ ഈ ഡ്രിങ്ക്സൊക്കെ എടുക്കുമ്പോൾ നമ്മുടെ സോങ് പോളിൻ്റെ കൈയൊക്കെ വിറയ്ക്കുന്നുണ്ട്. അപ്പോൾ സൺ അത് നോക്കിയിരിക്കുകയാണ്. അപ്പോൾ സോങ് പോൾ പറയാണ്, ഒരുപാട് മുമ്പ് ഒരിക്കൽ ഒരു പയ്യൻ എൻ്റെ കണ്ണിലേക്ക് നോക്കിയിരുന്നു, അവൻ്റെ കണ്ണിൽ ഞാൻ അങ്ങോട്ട് സൂചി കുത്തി, ഇനി എത്ര സൂചി വേണ്ടി വരുന്നു എൻ്റെ കണ്ണിൽ കുത്താൻ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ജയ് പറയുന്നു. ജയ് വന്നിട്ട് പറയാണ്, പക്ഷേ ഈ കൈ വെച്ചിട്ട് നിനക്ക് കണ്ണിൽ സൂചി കുത്താനൊന്നും പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞിട്ട് കളിയാക്കുന്നു. അങ്ങനെ അവിടെ ഇരുന്നിട്ട് അവൻ ജയ് വന്നിരിക്കുകയാണ്. അപ്പോൾ സോങ് പോൾ പറയും, ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തോടെ, ഈ പറയുന്ന ആൾ ആരാന്ന് ചോദിക്കും. അപ്പോൾ പറയും, ഞാൻ ഡ്രീം എൻ്റർടൈൻമെൻറ്റിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ്, ഡയറക്ടർ ആർദർ, പേരൊക്കെ പറയും. അപ്പം പറയും, ഓ നീയാണല്ലേ അമേരിക്കയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇവിടെ ഡ്രീമിൽ നിൽക്കുന്നത്, വളരെ ചെറിയ പ്രോഫിറ്റ് ആണല്ലോ നീ കൊണ്ടുവരുന്നേ പറയും. അപ്പോൾ ജയ് വീണ്ടും കളിയാക്കും, അത് പിന്നെ നിങ്ങളുടെ പ്രോസ്റ്റിറ്റ്യൂഷൻ ബിസിനസ്. എന്നിട്ട് പെട്ടെന്ന് അവൻ അറിയാത്ത പോലെ, അയ്യോ അതല്ല, ഗ്രേ ഏരിയ ബിസിനസ് പോലെയൊന്നും പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റില്ല എന്നേ ഉള്ളൂ, പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ ഞാൻ നന്നായി കാശുണ്ടാക്കും, എന്തൊക്കെയായാലും നിങ്ങളിതിൽ ഈ ഇൻഡസ്ട്രിയിൽ പുതിയതല്ലേന്ന് സോങ് പോളിനെ കളിയാക്കും. അങ്ങനെ അപ്പോഴത്തേക്കും സോങ് പോളിന് ദേഷ്യം വരുന്നുണ്ട്. ഫുഡ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരാൾ വരുമ്പം ആ പെൺകുട്ടിയോട് ജയ് പറയാണ്, അതെ ഈ ഫുഡ് ഒന്ന് കഴിക്കാനുള്ള രീതിക്ക് ആക്കി വെച്ച് കൊടുക്കുക, കാരണം അയാളുടെ കൈ ഭയങ്കരമായിട്ട് വിറയ്ക്കുന്ന കൈകളാണ്, അപ്പോൾ ഭക്ഷണമൊന്നും എടുത്ത് കഴിക്കാൻ പറ്റില്ല, പ്രായമായില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ജയ് ഭയങ്കരമായിട്ട് കളിയാക്കും. പക്ഷെ എനിക്ക് എന്തോ ഇത് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് നല്ല പേടി തോന്നുന്നുണ്ട്. അങ്ങനെ കഴിക്കാനിരിക്കുമ്പോഴാണ് സോങ് പോൾ പറയുന്നത്, എനിക്കൊന്നേ പറയാനുള്ളൂ, നീ നിൻ്റെ അമ്മയുടെ വഴി പോകരുതെന്ന് പറയും. അപ്പോഴത്തേക്കും നമ്മൾ ഷോക്കാവും, കാരണം നമ്മുടെ സോങ് പോൾ ഓൾറെഡി അറിഞ്ഞിട്ടുണ്ട് ഡയറക്ടർ ആർദ്ര ആരാണെന്നുള്ളത്. അപ്പോൾ സോങ് പോൾ പറയും, നീ നിനക്ക് ഞാനൊരു ഓഫർ തരാം, നീ മെമ്മറീസ് പ്രൊജക്റ്റിൽ നിന്ന് മാറണം, ഡ്രീം എൻ്റർടൈൻമെൻറ്റ് വിട്ടിട്ട് നീ പോകണമെന്ന് പറയും. ഈ ഓഫർ ഞാൻ ആർക്കും കൊടുക്കാറില്ല, പക്ഷെ നിനക്ക് ഞാൻ തരുവാണ്, നീ വേണമെങ്കിൽ രക്ഷപ്പെട്ടോളാൻ പറയും. അപ്പോൾ ജയ്ക്ക് ഇങ്ങനെ ദേഷ്യം വരുന്നുണ്ട് സണ്ണിനും. അപ്പോൾ സോങ് പോൾ പറയും, നിനക്കും നിൻ്റെ കൂടെയുള്ളവർക്കും അതാണ് നല്ലതെന്ന് പറയുമ്പോൾ ജയ് വേഗം സണ്ണിനെ നോക്കും, അവന് മനസ്സിലായി. അത് കഴിഞ്ഞാണ് നമ്മുടെ സോങ് പോൾ ആ ഡ്രിങ്ക്സ് കയ്യിൽ വെച്ചിട്ട് പറയും, കാരണം നീ ഇപ്പോൾ എന്താണ് വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചത്,
എൻ്റെ കൈക്ക് ഇത് പിടിക്കാൻ കഴിയില്ല എന്നുള്ളത്. പക്ഷെ നോക്കുമ്പോൾ കറക്റ്റായിട്ട് സോങ് പോൾ പിടിക്കും. എന്നിട്ട് പറയും, കണ്ടില്ലേ, ഇതുപോലെയാണ് നിൻ്റെ അമ്മ ഭവനി സൂയിസൈഡ് ചെയ്തതാണ് എന്നുള്ളത് ഞാൻ മറ്റുള്ളവരെ വിശ്വസിപ്പിച്ചതെന്ന് പറയും. ഇത് കേൾക്കുമ്പോഴത്തേക്ക് രണ്ടുപേരും ഭയങ്കര ഷോക്കാവും. കാരണം അമ്മ ആത്മഹത്യ ചെയ്താന്ന് വിചാരിച്ചിടത്താണ് ഇങ്ങനത്തെ ഒരു കാര്യം സംഭവിച്ചിരിക്കുന്നത്. അങ്ങനെ അവിടെ നിന്ന് ജയ് ഭയങ്കര ദേഷ്യത്തിൽ വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ നമ്മുടെ സണ്ണും കൂടെ വന്നിട്ട് ജയ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ സൺ പറയാണ്, ഞാൻ നിനക്ക് വേണ്ടി എന്താ ചെയ്യേണ്ടത് ചോദിക്കുമ്പോൾ ജയ് പറയും, വേണ്ട, ഒന്നും ചെയ്യേണ്ട, എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്നുള്ളത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സോങ് പോളിൻ്റെ ഫോട്ടോ നോക്കി നിൽക്കുകയാണ്. അവൻ മനസ്സിൽ എന്തൊക്കെയോ വിചാരിച്ചിട്ട്. അങ്ങനെ സണ്ണ് പിറ്റത്തെ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ജയ എടുത്തില്ല. അപ്പോൾ ഫോൺ വിളിച്ച് നോക്കുമ്പോഴാണെങ്കിലും എവിടെയും കിട്ടണില്ല. അങ്ങനെ അവൻ്റെ ഓഫീസിൽ ചെന്ന് അന്വേഷിക്കുമ്പോഴാണ് അറിയുന്നത് അവൻ രാവിലെ തന്നെ US പോയിരിക്കുകയാണ്. തിരിച്ചുള്ള ഫ്ലൈറ്റ് ഷെഡ്യൂൾ ചെയ്തിട്ടില്ല എന്ന് പറയും. അങ്ങനെ അവിടെ വെച്ച് ആ സീൻ അവസാനിക്കുമ്പോൾ നമ്മുടെ കാജോണിൻ്റെ ഓഫീസിൽ വരുമ്പോൾ കാജോൺ കാണുന്ന ഒരു മനുഷ്യൻ അവിടെ ഇരുന്നിട്ട് കാജോണിൻ്റെ ന്യൂഡിൽസൊക്കെ ഇരുന്ന് കഴിക്കുകയാണ്. അപ്പോൾ അതാരാ എന്താണെന്ന് അന്വേഷിക്കുമ്പോഴാണ് നമ്മുടെ സ്കൈ വന്നിട്ട് പറയണത് ഇത് പുതിയ അസിസ്റ്റൻറ്റ് മാനേജറാണ് കാജോണിനെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ കാജോൺ പറയുന്നത് നല്ല സൂപ്പർ അസിസ്റ്റൻറ്റ് മാനേജർ, ഇവൻ ഉറങ്ങാനേ കൊള്ളുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുന്നുണ്ട്. അതിന് ശേഷം സ്കൈ പറയുകയാണത് ഈ മെമ്മറീസിൻ്റെ പ്രസ് കോൺഫറൻസ് നടക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ സണ്ണ് ഞെട്ടുവാണ്. കാരണം കറക്റ്റ് ഡയറക്ടർ ആർദർ ജയ് US പോയ സമയത്ത് തന്നെ ഇത് നടത്തിയതിന് എന്തോ ഒരു കാര്യമുണ്ട് എന്നുള്ളത് അവന് മനസ്സിലാവുകയാണ്. അങ്ങനെ അവരും കോൺഫറൻസ് അറ്റൻഡ് ചെയ്യാണ്. എന്നിട്ട് അവിടെ നോക്കുമ്പോഴത്തേക്കും മെമ്മറീസിലെ പുതിയ ആൾക്കാരൊക്കെ ഉണ്ട്. സോങ്കിയായിട്ട് എല്ലാവരെയും പരിചയപ്പെടുത്തുന്നു. സണ്ണിക്ക് ഭയങ്കര ചില്ലിങ്. സണ്ണി ഇവരെ കണ്ടിട്ട് ഭയങ്കര പുച്ഛത്തോടെ ചിരിക്കുന്നുണ്ട് സണ്ണിനെ കണ്ടിട്ട്. അങ്ങനെ ഇതിൻ്റെ പ്രൊഡ്യൂസർ ആരാ ചോദിക്കുമ്പോഴത്തേക്കും ആ ഇൻവെസ്റ്റർ ദേ ആരുമല്ല, സോങ് പോള്. അങ്ങനെ സോങ് പോള് കോൺഫറൻസിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും പെട്ടെന്ന് ആ തിരക്കിൻ്റെ ഇടയിൽ നിന്ന് നമ്മുടെ സ്കൈനെ മുമ്പിലേക്ക് തട്ടും. സ്കൈ അപ്പോൾ കറക്റ്റ് സോങ് പോളിന് വന്ന് തട്ടും. സോങ് പോള് ഭയങ്കര സ്നേഹത്തോടു കൂടി എന്തെങ്കിലും പറ്റുമോ ചോദിക്കും. ഇത് കാണുമ്പോഴത്തേക്കും സണ്ണിന് ദേഷ്യം വന്നിട്ട് സണ്ണ് വേഗം സ്കൈനെ എടുത്ത് മാറ്റും. അത് കഴിഞ്ഞ് സണ്ണ് ഫോണിൽ സംസാരിച്ച് ഇങ്ങനെ വരുവാണ്. അപ്പോഴത്തേക്കും ബാക്കിൽ ആരോ എന്ന് തോന്നുമ്പോഴത്തേക്കും തിരിഞ്ഞു നോക്കുമ്പോൾ വേറെ ആരുമല്ല, നമ്മുടെ അസിസ്റ്റൻറ്റ് മാനേജറാണ്. പക്ഷെ ഇങ്ങേരെ നോക്കി വെച്ചോ, ഇങ്ങേരെ പുള്ളിക്കാരൻ ചെറുതല്ല. അങ്ങനെ നമ്മുടെ ചെക്കൻ ബൈക്കിൽ ഇരുന്ന് നമ്മുടെ ടൂവോ പറഞ്ഞ സ്ഥലത്തേക്ക് വരാണ്. ടൂവോ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇൻവെസ്റ്റേഴ്സൊക്കെ വരുന്നൊരു സ്ഥലമുണ്ട്, അവിടേക്ക് ടൂവോനെയും ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ഈ പറയുന്ന പോലെ ഇതുപോലെയുള്ള അനാശാസ്യങ്ങൾ നടക്കുന്നുണ്ട്, നമുക്ക് വിത്ത് പ്രൂഫ് നമുക്ക് കൊടുക്കാം എന്ന് പറയുകയാണ്. അങ്ങനെ നമ്മുടെ പാവൻ ടൂവോ അവിടേക്ക് വരികയാണ് കേട്ടോ. അവൻ ഓൾറെഡി വയ്യ, എന്നിട്ടും അവനെ മറ്റുള്ള ഏതോ 2 ഇൻവെസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് കാഴ്ചവെക്കാൻ കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ ടൂവോ അവിടെ ഇരുന്നിട്ട് കംപ്ലീറ്റ് കാര്യങ്ങൾ ഇതെല്ലാം മെസ്സേജ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവിടെ വേറൊരു പയ്യനെയും കൊണ്ടിട്ട് ഒരാൾ വരുന്നുണ്ട്. അപ്പോൾ ഈ പയ്യനെയാണ് അടുത്ത നമ്മുടെ ഇര എന്ന് പറയുന്നത്. അങ്ങനെ ടൂവോനെ പറ്റിയിട്ട് അവർ ഭയങ്കര പുകഴ്ത്തി സംസാരിക്കുകയാണ്. അതിനിടയ്ക്ക് ടൂവോ എല്ലാം മെസ്സേജ് അയക്കുന്നുണ്ട്. പക്ഷേ ഇതിനിടയ്ക്ക് കാണുന്നത് ഈ പാവം പുതിയ കൊണ്ടുവന്ന പയ്യനുണ്ടല്ലോ, ആ പയ്യനെ നമ്മുടെ സോങ് പോള് അവിടെ നിന്ന് ഭയങ്കര ബലമായിട്ട് കൊണ്ടുപോവാണ്. അങ്ങനെ ഈ മെസ്സേജ് അയക്കുന്നതിൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് മെസ്സേജ് നിൽക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ ടൂവോയുടെ ഫോണ് സണ്ണി പിടിച്ചെടുക്കുകയാണ്. സണ്ണിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുകയാണ്, എല്ലാം ചോർത്തി കൊടുത്തു എന്നുള്ളത്. അങ്ങനെ ഈ സമയത്ത് പിന്നെ നമുക്ക് കാണാൻ പറ്റാത്തൊരു സീനാണ് കേട്ടോ. ഇയാൾ സോങ് പോൾ എത്ര ദുഷ്ടനാണെന്ന് കാണിക്കുന്നത് ആ പുതിയതായി കൊണ്ടുവന്ന പയ്യനെ അയാൾ ചെയ്യുന്ന വൈകൃതങ്ങളാണ്. അങ്ങനെ അവിടെ ഇരിക്കുമ്പോഴത്തേക്കും നമ്മുടെ സണ്ണി വന്നിട്ട് പറയും നമ്മുടെ കാര്യങ്ങളെല്ലാം ടൂവോ ചോർത്തി കൊടുത്തു നമ്മുടെ സണ്ണിനെന്ന് പറയും. അപ്പോൾ ഈ സണ്ണ് ആരാ ചോദിക്കുമ്പോൾ പറയും ഒരു ഓർഡിനറി ട്രെയിനി എന്ന് പറയും. അങ്ങനെ ഫോട്ടോ കാണിച്ചു കൊടുക്കുമ്പോഴാണ് സണ്ണിനെ നമ്മുടെ ചെക്കനെ സോങ് പോളിന് അറിയാം. അപ്പോൾ സോങ് പോൾ പറയും ഇവനാണ് ഓർഡിനറി ട്രെയിനി, ഇവനെയാണല്ലോ ഡയറക്ടർ ആർദർ ബേക്കറാക്കി നിൽക്കുന്നതെന്ന് പറയും. അപ്പോൾ ഇവർക്ക് ഭയങ്കര ഷോക്കാവും. അപ്പോൾ അയാൾ പറയും എനിക്ക് അവനെയും വേണം, സണ്ണിനെയും വേണം, ആ ക്യൂട്ടായിട്ടുള്ള പയ്യനെയും വേണമെന്ന് പറയും, അതായത് നമ്മുടെ സ്കൈനെ. ഇയാൾ എന്തൊരു ദുഷ്ടനാണെന്നറിയോ. അപ്പോൾ സണ്ണി പറയും ശരിയെന്ന് പറയും. അപ്പോൾ സോങ് പോൾ ചോദിക്കും നിനക്ക് അതിന് സാധിക്കുമോ, സാധിക്കുമെങ്കിൽ നീ പ്രൂവ് ചെയ്യേ, ആ ബെൽറ്റ് ഉപയോഗിച്ചിട്ട് ആ പൂളിൽ കിടക്കുന്ന ആ പയ്യനുണ്ടല്ലോ, പുതിയതായി കൊണ്ടുവന്ന പയ്യൻ, അവനെ ഞാൻ പറയുന്നില്ല എന്താണെന്നുള്ളത്. അങ്ങനെ സണ്ണി ആകെ ഷോക്കാവും. അപ്പോഴത്തേക്കും സോങ്ക്യാറ്റ് പറയും, തലകൊണ്ട് കൈകൊണ്ട് കാണിക്കും. അങ്ങനെ അവൻ ആ ബെൽറ്റ് ഉപയോഗിച്ചിട്ട് ആ പയ്യനെ, പക്ഷെ അത് കഴിഞ്ഞിട്ടും നമ്മുടെ സണ്ണിക്ക് ഭയങ്കര ഒരു വിഷമമുണ്ട്, അത് അവൻ്റെ മുഖത്ത് കാണാനുമുണ്ട്. കാരണം അവന് ചിരിക്കണോ കരയണോ എന്ന് അറിയുന്നില്ല. കാരണം അവൻ ഒരിക്കലും അങ്ങനൊരു തെറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നുള്ളത് അവൻ്റെ മുഖത്ത് നിന്ന് ശരിക്കും മനസ്സിലാക്കാൻ പറ്റും.
അങ്ങനെ ടൂവിൻ്റെ മെസ്സേജിന് റിപ്ലൈ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് സണ്ണിയും കൂടെയുള്ളവരും അവനെ പിടിക്കുകയാണ്. അങ്ങനെ അവൻ അപ്പോൾ പെട്ടെന്ന് നമ്മുടെ സൺ ചോദിക്കുന്നത് ടൂവോയ്ക്ക് എന്താ പറ്റിയ ചോദിക്കുകയാണ്. അപ്പോൾ സണ്ണി ചിരിക്കുകയാണ്. നീയോ മരിക്കാനായിട്ട് നിൽക്കുക, എന്നിട്ടൊക്കെ ടൂവിനെ കാര്യമാണോ അന്വേഷിക്കുന്നത് ചോദിക്കും. എന്നിട്ട് പറയും അവനെ ഞാൻ എന്തായാലും ഡീൽ ചെയ്യുമെന്ന് പറയും. അത് കഴിഞ്ഞിട്ട് പറയും നീ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ മനസ്സമാധാനം ഉണ്ടാക്കും ഞാൻ പേടിച്ചു, പക്ഷെ അന്നും നീ വന്നില്ല, പിന്നെ നീ ഇന്ന് എന്തിനാ വന്നേ ചോദിക്കും. അപ്പോൾ ഇവൻ പറയും നീയാണ് എൻ്റെ ബ്രദറും അമ്മയൊക്കെ മരിക്കാൻ കാരണം എന്ന് പറയും. അപ്പോൾ വീണ്ടും സണ്ണി പറയും അതൊക്കെ നിൻ്റെ കാരണമായിരുന്നു, നീ നേരെ ചൊവ്വെ നടക്കാത്തതുകൊണ്ട് മാത്രം സംഭവിച്ചാന്ന് പറയും. അപ്പോഴത്തേക്കും വീണ്ടും സൺ ആർഗ്യൂ ചെയ്യും, നിനക്ക് അതിനോടുള്ള റിഗ്രറ്റ് കൊണ്ടാണ് നീ ഇപ്പോഴും ഇങ്ങനെ കിടന്ന് എന്നോട് ദേഷ്യപ്പെടുന്നതും എന്നെ ഉപദ്രവിക്കുന്നതെന്ന് പറയും. അപ്പോൾ നമ്മുടെ സണ്ണിക്കൊന്നും മിണ്ടാനില്ല. സണ്ണി ആക്ച്വലി ഇവനെ പിടിച്ചു കൊണ്ടുപോകേണ്ടതാണ്, പക്ഷെ എന്താണെന്നറിയില്ല സണ്ണി പറയും ഞാൻ നിനക്ക് മര്യാദയ്ക്ക് വാർണിംഗ് തരാണ്, ഇതിൽ നിന്നൊക്കെ വിട്ടുപോയി കഴിഞ്ഞാൽ നിനക്ക് സമാധാനത്തോടു കൂടി ജീവിക്കാം, ഇല്ലെങ്കിൽ ഒരിക്കലും നിന്നെ ആരും ബാക്കി വയ്ക്കില്ല എന്ന് പറഞ്ഞിട്ട് ആക്ച്വലി അവനെ അവിടെ ഇട്ടിട്ട് അവൻ പോവുകയാണ്. എന്താണ് അതിൻ്റെ പിന്നിലത്തെ കാര്യം നമുക്കറിയില്ല. അങ്ങനെ നമ്മുടെ സൺ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മുടെ സ്കൈനെ വിളിക്കുകയാണ്. അപ്പോൾ സ്കൈനെ വിളിക്കുമ്പോൾ സ്കൈ പറയും ഇന്നത്തെ എല്ലാ ഷൂട്ടും കഴിഞ്ഞു. അപ്പോൾ സ്കൈനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ക്യാഷ് ഓൺ നിൽക്കുന്നുണ്ട്. അപ്പോൾ സ്കൈ പറയുന്നുണ്ട് വേണ്ട ഞാൻ എന്തായാലും കാരവണിൽ പോയിക്കോളാം എന്ന് പറയുകയാണ്. അപ്പോൾ ക്യാഷ് ഓണിനോട് പറയുകയാണ് മോളുടെ അടുത്തേക്ക് പോയിക്കോളാം. ഇതെല്ലാം കേട്ടിട്ട് നമ്മുടെ സണ്ണി നിൽക്കുന്നുണ്ട്. ദെൻ സണ്ണി നേരെ അവിടെ അവരുടെ സ്ഥിരം കേന്ദ്രത്തിലേക്ക് പോകുന്നു. അവിടേക്ക് സിയ വരുമ്പോഴത്തേക്കും സണ്ണി ചോദിക്കുകയാണ് സത്യം പറ എവിടേക്കാണ് നമ്മുടെ ജയ് പോയിരിക്കുന്നത്, US എന്തിനാണ് പോയിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിൽ നിന്ന് പതുക്കെ ഒന്നും പറയാതെ വഴിമാറാൻ വേണ്ടിയിട്ട് സിയ അങ്ങനെ കുറേ കളിയാക്കും അവനെ. ഇപ്പം നീ 2 ബർത്ത് അല്ലല്ലോ 3 ബർത്ത് അല്ലേ എന്നൊക്കെ ചോദിക്കും. അത് പറയുന്നത് ഡബിൾ മീനിങ്ങിലാണ് കേട്ടോ, അതെന്താണെന്ന് ഞാൻ പറയുന്നില്ല. അപ്പം വീണ്ടും നമ്മുടെ ചെക്കൻ പറയും ഒന്നും പറയണ്ട മര്യാദയ്ക്ക് സത്യം പറയാൻ പറയും. സൺ ചോദിക്കും ജയ എല്ലാം ഉപേക്ഷിച്ച് പോകാനാണോ എന്ന് ചോദിക്കും. അപ്പോൾ സിയ പറയും ഒരിക്കലുമല്ല, എൻ്റെ ജയ എന്തായാലും കോവാർഡല്ല, നീ എന്തായാലും വെയിറ്റ് ചെയ്യും നമുക്ക് നോക്കാമെന്ന് പറയും. എന്നിട്ട് നമ്മുടെ സിയ അവിടെ നിന്ന് പോവാണ്. പാവം നമ്മുടെ സണ്ണാണെങ്കിലോ ജയ ഇരിക്കുന്ന സീറ്റ് നോക്കിയിട്ട് ഭയങ്കരമായിട്ട് അവനെ മിസ് ചെയ്യാണ്. പിന്നെ നമ്മൾ കാണുന്നത് സണ്ണ് നടക്കുമ്പോഴത്തേക്കും അവിടെ ഒരു വാനിൽ വന്നിട്ട് കുറേ പേര് അവനെ തല്ലാൻ വരികയാണ്. പക്ഷേ തല്ലാൻ വരുമ്പോഴത്തേക്കും പെട്ടെന്ന് ഒരാൾ ബാക്കിൽ നിന്ന് നിർത്താൻ പറഞ്ഞിട്ട് സൗണ്ട് ഉണ്ടാക്കുന്നു. മനസ്സിലായല്ലോ ഇതാരാന്നുള്ളത്. അങ്ങനെ അയാളുടെ പിന്നെ ഒരു വലിയ പ്രകടനം കേട്ടോ, എല്ലാവരും തല്ലി വീഴ്ത്തും. പിന്നെയാണ് സത്യം അറിയുന്നത് ഇയാളെന്ന് പറയുന്നത് സാധാരണ ഒരു വ്യക്തിയല്ല, ഇയാളെ നമ്മുടെ ജയ് അപ്പോയിൻറ്റ് ചെയ്തതാണ് സണ്ണിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ സണ്ണി സത്യം അറിയാണ്. അപ്പോൾ ഇവൻ കൂടുതൽ വിശേഷങ്ങൾ ചോദിക്കുമ്പോൾ അവൻ അറിയുന്നില്ല. അങ്ങനെ സണ്ണ് ഫോണിൽ പിന്നെ സംസാരിക്കുന്നത് സ്കൈയുടെ നമ്പറിൽ നിന്ന് വന്ന കോളിലാണ്. പക്ഷെ വേറെ ആളാണ് എൻ്റെ കൂടെ സ്കൈ ഉണ്ട്, പക്ഷെ നീ ആരെങ്കിലും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ സ്കൈനെ ഞാൻ പിന്നെ ബാക്കി വയ്ക്കില്ല എന്നൊക്കെ പറയും. അപ്പോൾ ഇവൻ അയാളോട് പറയാതെ അവിടെ നിന്ന് വേഗം സ്കൈനെ കാണാമെന്ന് പറഞ്ഞിട്ട് പോകും. അങ്ങനെ അവർ പറഞ്ഞ ലൊക്കേഷനിൽ എത്തുവാണ്. ലൊക്കേഷനിലെത്തുമ്പോൾ അവിടെ സ്കൈനെ കെട്ടിയിട്ടിട്ടുണ്ട്. സ്കൈ പീസ് എന്ന് വിളിക്കുമ്പോഴത്തേക്കും സൺ ആകെ മെൽറ്റായി പോകും. എന്നിട്ട് പിന്നെ കുറേ അവിടെ ആർഗ്യുമെൻറ്റ്സ് ആണ്. പിന്നെ സ്കൈനെ വിടാൻ പറയുമ്പോഴത്തേക്കും അവർ വിടുമൊന്നുമില്ലല്ലോ. അങ്ങനെ സണ്ണുമായിട്ടുള്ള പിന്നെ കംപ്ലീറ്റ് ഒരു ഫൈറ്റാണ്. അങ്ങനെ ഒടുവിൽ ആ ഫൈറ്റിൻ്റെ നല്ലൊരു ഫൈറ്റാണ് കേട്ടോ. അങ്ങനെ ഫൈറ്റിൻ്റെ ഒടുവിൽ അവൻ അവസാനം സ്കൈനെ രക്ഷിക്കാൻ നോക്കുകയാണ്. അപ്പോഴത്തേക്കും സ്കൈന് ഇടയിലൊരു അടി കിട്ടിയ കാരണം അവൻ ബോധം കെട്ടിട്ടുണ്ട്. അപ്പോൾ അവനെ അവിടെ നിന്ന് പാവട്ടോ സണ്ണ് സ്വന്തം ബ്രദറിനെ പോലെ തോളത്തൊക്കെ എടുത്തിട്ട് കൊണ്ടുവന്ന് അവിടെ നിർത്തുകയാണ്. അപ്പോഴത്തേക്കും സണ്ണിന് കുറേ അടി കിട്ടിയിട്ടുണ്ട്, തലയ്ക്കും അടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവനും ഒട്ടും വയ്യ. അങ്ങനെ അവിടെ ഇരുത്തിയിട്ട് അവൻ ഫോണിൽ ആരോ വിളിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ബാക്കിലടുത്ത വില്ലൻ വന്നിട്ട് അവനെ കുത്തുകയാണ്. അങ്ങനെ അവൻ അവിടെ വീഴുന്നു. അപ്പോൾ ഈ സമയത്ത് വിളിക്കുന്നത് നമ്മുടെ ജയ് ആണ്. പക്ഷെ ആ ഫോൺ എടുക്കാൻ വേണ്ടിയിട്ട് സണ്ണ് ശ്രമിക്കുമ്പോഴത്തേക്കും സണ്ണിന് പറ്റുന്നില്ല. അവനങ്ങനെ നോക്കി കിടക്കണം ഫോണിലേക്ക്. അങ്ങനെ ആ സീൻ ഭയങ്കര വിഷമം ഉണ്ടാക്കുന്നൊരു സീനാണ്. ഇതോടുകൂടി ഈ എപ്പിസോഡ് 9 അവസാനിക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത ആഴ്ച പുതിയ എപ്പിസോഡുമായിട്ട് കാണാം. സോ എല്ലാവരും ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ, ഷെയർ ചെയ്യണേ. ബൈ.